മാർച്ച് 25 നോമ്പുകാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. ലൂക്ക 1:26 മുതൽ 38 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ പ്രഖ്യാപന തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള ദൈവത്തിൻ്റെ വിളിയോട് മറിയം അതെ എന്ന് പറഞ്ഞ നിമിഷത്തെയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. സുവിശേഷ വായന സൂചിപ്പിക്കുന്നത് അവളുടെ അതെ ഒരു പോരാട്ടമില്ലാതെ വന്നതല്ല എന്നാണ്. ദൈവം ആദ്യമായി ഗബ്രിയേൽ ദൂതനിലൂടെ മറിയത്തെ സമീപിച്ചപ്പോൾ മറിയം അങ്ങേയറ്റം അസ്വസ്ഥയായിരുന്നു. മറിയയുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യം ഗബ്രിയേൽ ദൂതൻ പ്രഖ്യാപിച്ചപ്പോൾ മറിയത്തിന് ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൂതൻ 3-ാം തവണ സംസാരിച്ചപ്പോഴാണ് അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് മറിയം പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുന്നത്. ദൈവത്തിൻ്റെ വിളിയോട് മറിയത്തിൻ്റെ അതേ അനായാസമായി വന്നതല്ലെന്നും അത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തീരുമാനമല്ലെന്നും സുവിശേഷം സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും അവളുടെ അതേ എന്ന വാക്ക് നിമിത്തം നാം എല്ലാവരും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇന്ന് ഈ തിരുനാൾ ദിവസം നമുക്കെല്ലാവർക്കും കൃപയുടെ ഉറവിടമായ ദൈവത്തിൻ്റെ വിളിയോടുള്ള അവളുടെ ഉദാരമായ പ്രതികരണത്തിന് നന്ദി പറയാം. ഇന്നത്തെ സുവിശേഷ വായനയിലെ മറിയത്തിൻ്റെ ചിത്രീകരണം സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ വിളിയോടുള്ള നമ്മുടെ സ്വന്തം പ്രതികരണം ഒരിക്കലും എളുപ്പമായിരിക്കില്ല എന്നാണ്. അത് എല്ലായ്പ്പോഴും ഒരു പോരാട്ടം ഉൾക്കൊള്ളും. മറിയത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ കർത്താവിനോട് അതേ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടമാകുമെന്നും വായന സൂചിപ്പിക്കുന്നു. കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം വ്യക്തിപരമായിരിക്കാം, പക്ഷെ അത് ഒരിക്കലും ഒരു സ്വകാര്യ കാര്യമല്ല. അത് എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് അനന്തരഫലങ്ങൾ ഉണ്ടാക്കും. മറിയത്തിനെ പോലെ കർത്താവിൻ്റെ വിളിയോടുള്ള എൻ്റെ പ്രതികരണത്തിൽ ഞാൻ ഉദാരത കാണിക്കുമ്പോൾ മറ്റുള്ളവർ കർത്താവിലേക്ക് വരാൻ സഹായിക്കപ്പെടുന്നു. കർത്താവിൻ്റെ ആദ്യ ശിഷ്യയും മാതൃക ശിഷ്യയുമാണ് മറിയം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കർത്താവിൻ്റെ വിളി ഹൃദയത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മെ പ്രചോദിപ്പിക്കാൻ നമ്മൾ അവളിലേക്ക് നോക്കുന്നു. പാപികളായ നമുക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ മരണസമയത്തും പ്രാർത്ഥിക്കാൻ നമ്മൾ മറിയത്തിനോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. യേശു അത് എന്താണെന്ന് നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രവർത്തിക്കാൻ അവരെ ഉപദേശിക്കുകയും ചെയ്യുക. പിന്നെ നാം ഭയപ്പെടുമെന്ന് കർത്താവിന് അറിയാവുന്നതിനാൽ അവൻ നമുക്ക് മറ്റൊരു ഉറപ്പ് നൽകുന്നുണ്ട്. ഓർക്കുക, ഞാൻ യുഗാന്ത്യം വരെ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Goa.